നടന്ന കാര്യമാണ്. വിജയനഗര മഹാരാജ്യത്ത് മഹാരാജാവ് മഹേന്ദ്ര പ്രതാപാണ് രാജ്യം ഭരിച്ചിരുന്നത്. അവരുടെ രാജകൊട്ടാരത്തിൽ ഒരു വലിയ രാജഗുരു രാമകൃപ് ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യസഭ നടന്നു. അയൽ രാജ്യത്തു നിന്നും വന്ന ഒരു ദൂതൻ ഒരു സന്ദേശവും കൊണ്ടാണ് വന്നത്. നമസ്കാരം മഹാരാജാവേ, ഞാൻ കനകപുരി രാജാവിന്റെ രാജദൂതൻ കമൽനാഥാണ്. എന്ത് കത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? പഠിച്ചു കാണിക്കൂ. അങ്ങനെ തന്നെ ആവട്ടെ മഹാരാജാവേ. രാജാവ് മഹേന്ദ്ര പ്രതാപ്, ഞാൻ ഈ കത്തിന് നിങ്ങളുടെ മകൾക്കും എന്റെ മകനും വിവാഹം ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ 2 രാജ്യങ്ങൾ ഒന്നു ചേർന്ന് എല്ലാവർക്കും നല്ലത് ചെയ്യാം. ഇക്കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ മറുകത്ത് തരൂ. ദൂതൻ ആ സന്ദേശം വായിച്ചതിന് ശേഷം അത് മടക്കി വച്ചു. വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഇവിടെ നേരിട്ട് വേണം വരാൻ. ഇങ്ങനത്തെ കത്തയച്ച് അദ്ദേഹം എന്നെ അവമാനിക്കുകയാണോ? നിങ്ങൾ ചെല്ലൂ, ഞാൻ മറുകത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചയക്കാം. ഇല്ല മഹാരാജാവേ, അല്ലെങ്കിൽ എനിക്ക് തന്ന ആജ്ഞ അത് മീറിയ പോലെ ആവും. നീ എന്താണ് പറയാൻ വരുന്നത്? ഞാൻ സാധാരണ ഒരു രാജദൂതനാണ് രാജാവേ. എന്റെ പണി ഇത് വരും പഠിച്ചു കാണിക്കുന്നത് മാത്രമാണ്. ഞാൻ ഇതിന്റെ മറുകത്ത് മേടിച്ചുകൊണ്ട് ഞാൻ എന്റെ നാട്ടിലെ രാജാവിന്റെ അടുത്ത് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞതല്ലേ, ഇനി കുറച്ച് ദിവസം കൊണ്ട് നിന്റെ കയ്യിൽ മറുകത്ത് തരാമെന്ന്. അതുകൊണ്ട് നീ ഇപ്പൊ ചെല്ല്, അല്ലെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. എന്റെ മഹാരാജാവ് വിജയ് സിംഗ് അവരുടെ കാവലാളികൾക്ക് ആനയിട്ടിരിക്കാണ്. ഞാൻ മറുകത്ത് മേടിക്കാതെ അങ്ങോട്ടേക്ക് വന്നാൽ അവരെ ആനയെ മീഡർമാതി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് ശിക്ഷ തരും. ആ ദൂതൻ പറഞ്ഞത് കേട്ട് രാംകൃപ് മഹാരാജാവിനോട് എന്തു പറഞ്ഞു? മഹാരാജാവേ, ഈ രാജദൂതൻ പറയുന്നത് ശരിയാണ്. പിന്നെ നമ്മളുടെ ധർമ്മപ്രകാരം നമുക്കൊരു രാജദൂതന് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിവന് ഈ സ്ഥലത്ത് തന്നെ വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കൂ. പിന്നെ നിങ്ങളുടെ മറുകത്ത് നാളെ തന്നെ ഇവന് തിരിച്ചു കൊടുത്തേക്ക്. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം രാജഗുരു. പോ രാജദൂതനെ, നാളെ രാവിലെ വന്ന് നിന്റെ മറുകത്ത് മേടിച്ചുകൊണ്ട് പോ. രാജദൂതുമായി വന്നവൻ മഹേന്ദ്ര പ്രതാപിനെ വണങ്ങിയിട്ട് അവിടെ നിന്നും പോയി. മഹേന്ദ്ര പ്രതാപ് മഹാരാജാവ് രാജഗുരുവിനെ നോക്കി വളരെ ചിന്താമഗ്നനായി അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഗുരു? ഈ കാര്യം എനിക്ക് ഒരുപാട് വിഷമം തരുന്നു. ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന്റെ ശാന്തി നഷ്ടമായി പോവും. അതുമാത്രമല്ലാതെ അവന്റെ രാജ്യത്തേക്ക് പോവാനുള്ള വഴിയും അവരെ അടച്ചു വെച്ചു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനാണ് പ്രശ്നം എന്നാ തോന്നുന്നേ. മഹാരാജാവേ, കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ നമുക്ക് വന്ന കത്തിനെ സമ്മതിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നേ. പക്ഷെ അദ്ദേഹത്തിന്റെ മകന് എന്റെ മകള് ശരിയാണോ ഇല്ലയോന്ന് ഞാൻ അറിയണല്ലോ. അത് അറിയാതെ ഞാൻ എങ്ങനെയാണ് ഇതിന് സമ്മതിക്കുക? അതുമല്ലാതെ അവർ ഇത്ര പെട്ടെന്ന് മറുകത്ത് ചോദിച്ച് ഈ പ്രശ്നത്തിനെ അവര് വലുതാക്കണം എന്നാണോ വിചാരിക്കുന്നത്? എന്റെ അടുത്ത് ഒരു ആലോചനയുണ്ട് മഹാരാജാവേ. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാം. അതിന്റെ ഒപ്പം തന്നെ അവരിതുപോലെ ഇങ്ങനെ മോശമായിട്ട് നടക്കുന്ന കാര്യത്തിനെയും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണോ? പറയൂ രാജഗുരു, നമുക്കിപ്പോ എന്ത് ചെയ്യണം? രാംകൃപ് എല്ലാ കാര്യങ്ങളും മഹാരാജാവിന്റെ ചെവിയിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് മഹാരാജാവിന് ഒരുപാട് സന്തോഷമായി. അടുത്ത രാജസഭ ചേരുന്നതിനു വേണ്ടി അദ്ദേഹം ഉത്സാഹത്തോടുകൂടി കാത്തിരുന്നു. പിറ്റേ ദിവസം വീണ്ടും സഭ കൂടി. മഹാരാജാവാണെങ്കിലോ ഒരു പുഞ്ചിരിയോടുകൂടി രാജസഭയിലേക്ക് വന്ന ആ ദൂതനോട് പറഞ്ഞു, നിന്റെ മറുകത്ത് തയ്യാറായിരിക്കുന്നു രാജദൂത. എന്റെ ബദൽ സമ്മതം. ഇത് 2 രാജ്യത്തിനും നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഈ ദൂതന്റെ വഴി കൂടെ ആശംസകൾ പറയുന്നു. ആശംസകൾ പറയുന്ന മുമ്പ് ഒരു കാര്യം കേൾക്ക്. ഞങ്ങൾക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. അക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ ബന്ധം നിശ്ചയിക്കും. പറയൂ മഹാരാജാവേ, ഞാൻ നിങ്ങൾ പറഞ്ഞ നിബന്ധനകള് ഞാൻ എന്റെ രാജാവിന്റെ അടുത്ത് ചെന്ന് ചേർത്തോളാം. ഞങ്ങളുടെ ചട്ടം എന്താ പറയുന്ന വെച്ചാ, രാജ്യത്തിൽ രാജകുമാരിന്റെ മുമ്പ് കാക്കയ്ക്ക് വേണം കല്യാണം നടക്കുക. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ എല്ലാ കാക്കയിനും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോവാ. ഇവിടെ ഇരിക്കുന്ന കാക്കയിനെ കൊണ്ട് വിവാഹം ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഇതിന് സമ്മതിക്കുക. മഹാരാജാവ് പറഞ്ഞത് കേട്ട് ദൂതൻ ചിരിച്ചുപോയി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം മഹാരാജാവേ. ഇപ്പൊ ഞാൻ പുറപ്പെടാൻ വേണ്ടി ഉത്തരം തരൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൂതൻ ഒരു മന്ദഹാസത്തോടുകൂടി അവിടെ നിന്നും പോയി. മഹാരാജാവ് തന്റെ രാജഗുരുവിനോട് പറഞ്ഞു, രാജഗുരു, നിങ്ങളുടെ ഈ മോശമായ കാര്യങ്ങൾ കേട്ടതിന് ശേഷവും ഇദ്ദേഹം ചിരിച്ചിട്ട് പോയത്? ഒരു രാജദൂതൻ ഒരു രാജാവിന്റെ കാര്യമായിട്ട് ഈ സ്ഥലത്ത് വെച്ച് സംസാരിക്കുമ്പോ അവർ തെറ്റായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ആ രാജാവിന് ബലഹീനമാവും.
ഈ കാര്യം വെച്ചായിരിക്കും അദ്ദേഹം വെറുതെ ചിരിച്ചിട്ട് പോയത്. ഈ ആലോചന അദ്ദേഹത്തിന് നല്ല വിചിത്രമായിരിക്കും. മഹേന്ദ്ര പ്രതാപ് രാജഗുരു പറഞ്ഞത് മനസ്സിലേക്കെടുത്തു. ഒരുപാട് ദിവസത്തെ യാത്രകൾക്ക് ശേഷം ആ ദൂതൻ തന്റെ രാജ്യത്തേക്ക് തിരിച്ചെത്തി. കൊട്ടാരത്തിലെത്തിയ അദ്ദേഹം മഹാരാജാവിനെ വണങ്ങി. അപ്പോഴാണ് ദാസി അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കിരീടം വെച്ചത്. മഹാരാജാവ് പറഞ്ഞു, വരൂ മകനെ, നീ പോയ രാജ്യം എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെ നന്നായിരുന്നു അച്ഛാ. അദ്ദേഹത്തിന്റെ നിബന്ധന കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാജഗുരു നല്ല ആലോചനയാണ് കൊടുത്തത്. പക്ഷെ നീയോ ആരിനെക്കാട്ടിലും കുറഞ്ഞവനല്ലല്ലോ മകനെ. സത്യം പറഞ്ഞാൽ രാജകുമാരൻ വിക്രം രാജദൂതന്റെ വേഷവുമിട്ട് തന്റെ ഭാവി വധുവിന്റെ വീട് കാണാൻ വേണ്ടി പോയതായിരുന്നു. ചെല്ല്, ഇത്തിരി വിശ്രമിക്ക്, 4 സഭയിൽ കന്നിരിക്കാം. അങ്ങനെ തന്നെ ചെയ്യാച്ചാ. പിറ്റേ ദിവസം സഭ കൂടി. മഹാരാജാവ് രാജകുമാരൻ വിക്രമിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എല്ലാ കാര്യങ്ങളും കേട്ട മഹാരാജാവിന്റെ മുഖം പെട്ടെന്ന് ചിന്താമഗ്നനായി. രാജകുമാരൻ വിക്രം മന്ദഹസിച്ചുകൊണ്ട് മഹാരാജാവ് വിജയ് സിംഗിനോട് പറഞ്ഞു, എന്ത് കാര്യം വെച്ചാ? ഇതിനെ കുറിച്ച് ആലോചിക്കുന്നേ? പരീക്ഷ വെക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ അയച്ചത്. പക്ഷെ അവര് നമുക്ക് ഒരു വലിയ പരീക്ഷ തന്നിട്ടുണ്ടല്ലോ. ഞാൻ ഉള്ളപ്പോ നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കുന്നു. ഇതെല്ലാം എന്റെ അടുത്തത് വിട്ടേക്ക്. പിന്നെ കല്യാണത്തിന് ഏർപ്പാട് ചെയ്യാച്ചാ. ഈ വിഷമല്ല, നിങ്ങൾ വിട്ടേക്ക്. ഈ രാജ്യം പുണ്യം ചെയ്തതാണ് നിന്നെ പോലെ രാജകുമാരൻ കിട്ടിയിരിക്കുന്നത്. ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. ഈ പ്രശ്നത്തുള്ള പരിഹാരം നീ തീർച്ചയായിട്ടും കണ്ടെത്തും. രാജാവ് എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഇതുപോലെ തന്നെ 1 മാസം കടന്നുപോയി. ഇന്നാണെങ്കിൽ മഹാരാജാവ് മഹേന്ദ്ര പ്രതാപ് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് രാജഗുരു രാംകൃപിനോട് സംസാരിച്ചത്. ഇപ്പോതാ 1 മാസം കടന്നുപോയിരിക്കുന്നു. കുറച്ചു ദിവസം മുന്നേ നമ്മുടെ നിബന്ധനനെ അവര് ഏറ്റുന്ന് പറഞ്ഞതാണ്. പക്ഷെ അവര് കാക്കേനെ പിടിച്ചുകൊണ്ട് എങ്ങനെ വരും? രാജഗുരു, ഒരുപക്ഷെ അവര് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുവാണോ? ഞാൻ യുദ്ധത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകളും എല്ലാം ചെയ്തു കഴിഞ്ഞു രാജാവേ. പക്ഷെ നമ്മളുടെ ഒട്ടന്മാര് ഇതുപോലെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അവര് പടയോടൊപ്പം വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് രാജാ വിജയ് സിംഗിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവര് ചെറിയ നിബന്ധനന് പട കൊണ്ടൊന്നും വരില്ല. പക്ഷെ ഈ നിബന്ധനനെ അദ്ദേഹം ഒരു കാര്യമായിട്ട് എടുത്ത് ശരിയാക്കും. പക്ഷെ മനസ്സിലാവാത്ത കാര്യം എന്തെന്ന് വെച്ചാ, നിങ്ങളുടെ നിബന്ധനനെ ഏറ്റതുമാതിരി അവര് കാക്കകളൊക്കെ വിളിച്ചുകൊണ്ട് വരാതെ ഇവിടെ വരാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പൊ സമയായിരിക്കാണ്. ഒരു രാജാവായിട്ട് ഞാൻ അദ്ദേഹത്തിനെ വരവേൽക്കാൻ പോകണം. ഞാൻ തന്നെ ചെന്ന് നോക്കാം, കാര്യം എന്താന്ന് അറിയാം. മഹേന്ദ്ര പ്രതാപ് കല്യാണത്തിന് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തു വച്ചിരുന്നു. അദ്ദേഹം തന്റെ സിംഹാസനത്തിലിരുന്ന് വിവാഹത്തിന് വരുന്നവരെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് രഥങ്ങൾ തന്റെ മഹാരാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. വളരെ കുറച്ചു സമയത്തിനുള്ളിൽ അതിവിടെ എത്തും. അപ്പോഴാണ് രാജഗുരു വന്ന് മഹേന്ദ്ര പ്രതാപിന് ഒരു അറിയിപ്പ് നൽകിയത്. വരൂ മഹാരാജാവേ, രാജ വിജയ് സിംഗും പിന്നെ രാജകുമാരനും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ വിരുന്നാളിനെ അവിടെ തന്നെ നിർത്തിയിട്ട് വന്നിരിക്കുകയാണ്. അവന്റെ ആഗ്രഹത്തിന് അവര് നിറവേറ്റണല്ലോ. മഹേന്ദ്ര പ്രതാപ് രാജഗുരുവിന്റെ കൂടെ വരന്റെ വീട്ടുകാരെ വരവേൽക്കാൻ വേണ്ടി പോയി. മഹേന്ദ്ര പ്രതാപ് തന്റെ ഗുരുവിനോട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു. അതായത് നിബന്ധനകളെ പറ്റി ചോദിക്കാൻ. നമസ്കാരം രാജഗുരു, ഞാൻ നിങ്ങളെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. പറയൂ, ഞങ്ങൾ എന്താ ചെയ്ത് കാണിക്കേണ്ടത്? അത് പിന്നെ ഞാൻ ഇവിടുന്ന് കുറെ ദൂരത്തിലേക്ക് നന്നായിട്ടൊന്ന് നോക്കി. പക്ഷെ എനിക്ക് ഒരു കാക്ക പോലും അറിഞ്ഞില്ല. ഇതിനുള്ള ഉത്തരം ഇവിടെ നിൽക്കണ രാജകുമാരന്റെ അടുത്ത് തന്നെ ചോദിക്കൂ. ഇദ്ദേഹം തന്നെ പറയും. രാജകുമാരൻ വിക്രമിന്റെ മുഖം കണ്ടതും മഹേന്ദ്ര പ്രതാപും രാജഗുരുവും പരസ്പരം നോക്കി. അവർക്ക് വല്ലാതെ അതിശയം തോന്നി. അത് ആ രാജദൂതനല്ലേ എന്ന്. നിങ്ങള് അതിശയിക്കണ്ട. എനിക്ക് ഒരുപാട് ആശയുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തുനിന്ന് ഉത്തരവ് മേടിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യം കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ മകൻ ശരിക്കും വീരൻ തന്നെ രാജാവേ. എന്നാലും അക്കാരണം വെച്ചുകൊണ്ട് മാത്രമില്ലല്ലോ. നിബന്ധനനെ നിങ്ങൾ എങ്ങനെ ചെയ്യും? നിബന്ധനനെ ഞാൻ തീർച്ചയായിട്ടും നിറവേൽക്കും. ആദ്യം നിങ്ങളൊരു കാര്യം പറയൂ. നിങ്ങളുടെ ചട്ടം പടി നിങ്ങളുടെ തറപ്പിലുള്ള കാക്ക എവിടെയാണ്? ഞാൻ ഇവിടുന്ന് കുറെ ദൂരം നോക്കി. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള കാക്കയിനൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഞങ്ങളുടെ കാക്കയും ദേഷ്യപ്പെട്ടു പോയത്. അതെന്താ പറഞ്ഞു വെച്ചാ, ഒരുപക്ഷെ എന്റെ കല്യാണത്തിന് വേണ്ടി എന്നെ വരവേൽക്കാനായിട്ട് പെണ്ണിന്റെ വീട്ടുകാരി എത്തില്ലെങ്കിൽ ഞാനും വരില്ല എന്ന് പറഞ്ഞു.
അത്ഭുതം, ബുദ്ധിശാലി തന്നെ. എന്നാലും രാജകുമാര, എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. നീ എന്തിനു വേണ്ടിയാ ഈ കല്യാണത്തിന് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നേ? ഇത് കേട്ടതും രാജകുമാരൻ വിക്രമൻ ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, കാര്യം എന്താന്ന് വെച്ചാ രാജഗുരു, ഒരു തവണ ഈ വിശേഷത്തിൽ വെച്ച് നിങ്ങളുടെ മകളിനെ എന്റെ വിവാഹം മോഹം പറഞ്ഞതാ. നിന്റെ അച്ഛൻ്റെ അടുത്ത് യുദ്ധം ചെയ്താലും നിന്നെ കെട്ടുന്നു പറഞ്ഞതാ. അല്ലെങ്കിൽ എന്റെ കഴിവ് കാണിച്ച് വിവാഹം കഴിച്ചാലും ശരി. ഇക്കാര്യം തെളിയിക്കാനായിട്ടാണ് ഞാൻ വേഷം മാറി നിങ്ങളുടെ അവിടേക്ക് വന്നത്. അതാണ് നിങ്ങളുടെ അവിടെ ഷാട്ടിങ് കാണിച്ചത്. വേഗം ഉത്തരം തരൂന്ന്, അവിടുന്ന് പോവില്ലെന്നും പറഞ്ഞത്. നിന്റെ കഴിവിന് എത്ര പൂഴ്ത്തിയാലും അത് കമ്മിയാണ്. നിങ്ങളുടെ രാജ്യത്തില് എന്റെ മകള് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ഈ വിവാഹത്തില് എനിക്ക് സമ്മതമാണ്. എന്ന് വെച്ചാ ഈ രാജകുമാരൻ നല്ല കഴിവുള്ളവനും ബുദ്ധിശാലിയുമാണ്. അങ്ങനെയാണ് ഈ കല്യാണം നിശ്ചയിച്ചു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഈ അത്ഭുതകരമായ തീരുമാനം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. മാത്രമല്ല, രാജകുമാരന്റെ ബുദ്ധിയും സാമർഥ്യവും കണ്ട് മഹേന്ദ്രപ്രതാപ് മഹാരാജാവ് 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചു. അതിനുശേഷം 2 രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം വളർന്നുകൊണ്ടേയിരുന്നു.